ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് നാളായാലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ആണ്. ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാരണം നല്ല തണുപ്പും നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉറങ്ങാനുള്ള ഒരു ആവേശം കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ രാവിലെ എണ്ണീറ്റ പാടെ മുടിയൊക്കെ നന്നായിട്ട് കെട്ടി ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ കണ്ണിൽ ലെൻസൊക്കെ വെച്ചു. അപ്പോൾ രാവിലത്തേക്ക് നമ്മൾ പുട്ടും കടലയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം തലേന്ന് അമ്മ ഒന്നും ചെയ്തിട്ടല്ല കിടന്നു, അമ്മയ്ക്ക് വയ്യായിരുന്നു, പെട്ടെന്ന് ഉറങ്ങാൻ കിടന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറേയൊക്കെ അടുക്കി പിറക്കി ക്ലീൻ ആക്കി. എന്നിട്ട് ഞാൻ വഴക്ക് പറയണം അമ്മേനെ, എന്തോന്നേ കാണിച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ അമ്മയെ വഴക്ക് പറയണുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ദൈവമേ, ഇവളിവിടെ വന്നിട്ട് ഫുൾ അമ്മായിയമ്മ കളിക്കുകയാണല്ലോ, ഇവളെൻ്റെ അമ്മയാണോ അമ്മായിയമ്മയാണോ മോളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ എന്താ കുറേയൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമുക്കിനി കടലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് സവാള അരിയാന്ന് വെച്ചു. അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രാഹുലേട്ടൻ എന്താ ഇങ്ങനെ മീനൊക്കെ ചൂണ്ടയിട്ട് പിടിക്കാൻ പോയിട്ട് വന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ആളിന് ചൂണ്ടയിട്ടിട്ട് മീനിനൊന്നും കിട്ടുന്നില്ല. ഭയങ്കര വെള്ളമായിരുന്നു, മഴയൊക്കെ കാരണം ഫുള്ള് വെള്ളം കയറി കിടക്കുന്ന കാരണം ഭയങ്കരമായിട്ട് മീനൊന്നും കിട്ടാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളി വന്നിരുന്നത് എന്തൊക്കെയോ ചൂണ്ടയിടാനുള്ള ഫ്രോഗൊക്കെ എടുത്ത് വെച്ച് എന്തൊക്കെയോ പരിപാടിയായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ കടലയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പുള്ളിക്ക് കുറച്ച് ചായ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എന്താ ചായയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാഹുലേട്ടന് പിന്നെ ചൂണ്ടയിടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രേസായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ കിട്ടുന്നതിൻ്റെ അത്രയും പട്ടാമ്പി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ ഞാൻ എന്താ ചായയൊക്കെ കൊണ്ടുകൊടുത്തു. പിന്നെ ഞാനും നോക്കിയിരുന്നു എന്തായി ചെറുക്കൻ ഇരുന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ കുറേ നോക്കിയിരുന്നു. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. കാരണം മഴയായതുകൊണ്ട് ഞാൻ പിന്നെ കഴുകാൻ വെയിൽ വരട്ടെ എന്ന് നോക്കി വെച്ചിരുന്ന തുണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് എന്തായാലും ഞാൻ കഴുകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ വെവ്വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ തുണി, പിത്തുവിൻ്റെ തുണി, രാഹുലിൻ്റെ തുണി, അങ്ങനെ 3 ബക്കറ്റിലേക്ക് ഞാൻ തുണി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെവ്വേറെയാണ് കേട്ടോ ഞാൻ കഴുകുന്നത്. അങ്ങനെ കഴുകണമെന്ന് അമ്മ പറഞ്ഞു. കാരണം പൃഥുവിൻ്റെ തുണി നമ്മുടെ തുണിയുടെ കൂട്ടത്തിട്ട് കഴുകണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ രാഹുലേട്ടനാണെങ്കിൽ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ നിന്നു. ഞാൻ ചെന്ന് വട്ടാക്കി. അപ്പോൾ ചായ കുടിച്ചോന്ന് ചോദിച്ചിട്ട് എനിക്ക് ചായയൊക്കെ വായി വെച്ച് തരുന്നു കേട്ടോ. എന്ത് സ്നേഹമാണെന്ന് നോക്കി. അങ്ങനെ അമ്മ അവിടെ നിന്ന് തേങ്ങയൊക്കെ തിരുമുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കാണ് ഇന്ന് പാനിപ്പൂരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതി, ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ റൂമും ഹാളും ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി തുടയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിത്തുവിൻ്റെ കളിപ്പാട്ടവും കാര്യങ്ങളും ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു തറ മുഴുവനും ഫുൾ അവൻ അലമ്പാക്കിയിട്ടേക്കാണ്. അവൻ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം ഇങ്ങനെ അവൻ്റെ പ്രത്യേക പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തേച്ച് പറ്റിച്ച് വെക്കുമല്ലോ, അങ്ങനെ പറ്റിച്ച് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ തൂത്താലും തുടച്ചാലും ഒന്നും പോകത്തില്ല. ഇതിനകത്താണെങ്കിൽ ടൈലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഞാനൊന്ന് ചെറുതായിട്ട് തൂത്ത് വിട്ടേ ഉള്ളൂ കേട്ടോ. തൂത്തും തുടച്ചൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് എത്ര ഇതാക്കി ഇനിയിപ്പോൾ കൈ കൊണ്ട് തുടച്ചാലേ പോകത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹാളും നമ്മുടെ റൂമും ഒക്കെ ഞാൻ നന്നായിട്ട് തൂത്ത് തുടച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒന്ന് ആ ഹാള് കഴിഞ്ഞിട്ട് നമ്മുടെ സിറ്റൗട്ട് വരുന്നുണ്ട്. ആ സിറ്റൗട്ട് ഒന്ന് തുടയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അവിടെ ഭയങ്കരമായിട്ട് മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചെളിയായി കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഇട്ടുകൊണ്ട് വരുന്ന ചെരുപ്പൊക്കെ കൊണ്ട് പെട്ടെന്ന് കയറുമ്പോഴത്തേനും അവിടെ എല്ലാം ചെളിയാവും. അങ്ങനെ അത് മുഴുവനും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കാന്ന് കരുതി. കാരണം വീടിൻ്റെ ഫ്രണ്ട് വശമല്ലേ, അതുകൊണ്ട് ഞാൻ അതും ഒന്ന് വൃത്തിയാക്കിയിട്ടു. കാരണം അമ്മയ്ക്ക് മാക്സിമം പണി ഒന്ന് കുറച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അമ്മ അവിടെ ആണെങ്കിൽ പുട്ടും കടലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കടലക്കറിയൊക്കെ ഞാൻ ചെന്നപ്പോഴത്തേനും ഏകദേശം റെഡിയാക്കി. ഇനിയിപ്പോൾ കുറച്ച് പുട്ടൊന്ന് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ പുട്ട് തെള്ളിയിടുകയാണ്. അയ്യോ ദൈവം, എനിക്ക് വയ്യ, ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ രാഹുലേട്ടന് പുട്ടൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ചായയൊക്കെ കൊടുക്കണം രാഹുലേട്ടന്. അപ്പോൾ പുള്ളിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രാവിലെയും ചായ വേണം, പിന്നെ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെയും ചായ വേണം. അങ്ങനെ ഭയങ്കര ചിട്ടകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഞാനും കഴിക്കാൻ പോവുകയാണ്. രാഹുലേട്ടനും കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ 2 പേരും അവിടെ പോയിരുന്ന് കഴിക്കുകയാണ്. രാഹുലേട്ടൻ ഇങ്ങനെ ഫോണിനകത്തൊക്കെ എന്തെങ്കിലും പഴയ സിനിമയുടെ ക്ലിപ്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടായിരിക്കും എപ്പോഴും ഫുഡ് കഴിക്കാറ്. ഞാനും ഏകദേശം ഇപ്പോൾ ആ ഒരു അഡിക്ഷൻ തന്നെ ആയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ രാവിലത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ.